CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമ്മീഷൻ വിവാദത്തിൽ മണ്ണാർക്കാട്ടെ CPM പ്രതികരിക്കണമെന്നും ആരോപണം തെറ്റാണെങ്കിൽ ഏരിയ സെക്രട്ടറി സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി. അരിയൂർ ബാങ്കിൽ ക്രമക്കേടുണ്ടെങ്കിൽ സർക്കാരിനോട് നടപടി സ്വീകരിക്കാൻ പറയാനും മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ ആദിവാസി യുവാവിനെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം തടവിനും 25,000 രൂപ പിഴയും വിധിച്ച് മണ്ണാർക്കാട് SC/ST കോടതി. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. അങ്ങാടിപ്പുറത്ത് കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി ഒരാളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. കഥകളി അരങ്ങിന് പേരുകേട്ട ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. കമ്മീഷൻ വിവാദത്തിൽ മണ്ണാർക്കാട്ടെ CPM പ്രതികരിക്കണമെന്നും ആരോപണം തെറ്റാണെങ്കിൽ ഏരിയ സെക്രട്ടറി സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി. അരിയൂർ ബാങ്കിൽ ക്രമക്കേടുണ്ടെങ്കിൽ സർക്കാരിനോട് നടപടി സ്വീകരിക്കാൻ പറയാനും മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. ഇനി അരിയൂർ ബാങ്കിലെ വിഷയം ഉണ്ട് എന്നുള്ളത് ആ നിലവിൽ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവരും ആ പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതൃത്വവും UDFന്റെ 2 തവണ പത്രക്കാർ തന്നെ കണ്ടതാണ്. അവർ പറഞ്ഞത് ശരിയല്ല. അതുമാത്രമല്ല, അരിയൂർ ബാങ്കിൻ്റെ ഒരു വിഷയം മാത്രം പറയുമ്പോൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ എത്ര സംഘങ്ങളുണ്ട്? നമ്മളിതിൽ മുസ്ലിം ലീഗിന് ഒരു കാഴ്ചപ്പാടുണ്ട്. നാഷണലൈസ് ബാങ്കുകളെ അല്ല സാധാരണക്കാർ ആശ്രയിക്കാറുള്ളത്. സാധാരണക്കാരുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങളാണ്. ഒരു പക്ഷേ അത് ലീഗ് ഭരിക്കുന്നതാകാം, കോൺഗ്രസ് ഭരിക്കുന്നതാകാം. അതിനകത്ത് ഈ പറഞ്ഞ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ സഹകരണ സംഘങ്ങളെ അടച്ചാക്ഷേപിക്കണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് പലതും ഞങ്ങൾ പറയാത്തത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ചില പൊളിഞ്ഞുപോയ സംഘങ്ങളുടെ അനിസ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലും കാണാത്ത സംഘങ്ങൾ മണ്ണാർക്കാട് മണ്ഡലത്തിലുണ്ട്, എൻ്റെ പഞ്ചായത്തിലുണ്ട്. നമ്മളിത് പറയാത്തത് പരസ്പരം ആരോപണം ഉന്നയിച്ച് സഹകരണ മേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആകെയുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട എന്ന് വെച്ചതുകൊണ്ടാണ്. പിന്നെ സഹകരണ മേഖല അടച്ചു ഭരിച്ചിരുന്നത് ആരാണ്? മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഈ പറയപ്പെട്ട സഹകരണ മേഖലയിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എല്ലാ ബാങ്കിൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയും. ഏതാണല്ലോ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സഹകരണ സംഘങ്ങൾ നിലനിൽക്കണം, എന്തെല്ലാം കുറവുകളുണ്ട് ആ കുറവുകളും കുറ്റങ്ങളും പരിഹരിച്ച് നിലനിൽക്കണമെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം CPMന് പറയാനുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാം. എല്ലാ സംഘങ്ങളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടും പൊളിഞ്ഞു പോയ സംഘങ്ങളുടെയും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ CPMന് പറയാൻ നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞോളാം. അല്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പറയട്ടെ, ഒരു സഹകരണ സംഘത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനാണ് ഗവൺമെൻറ്, അത് പരിശോധിക്കാനാണ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ പരിശോധിക്കട്ടെ. ആ പരിശോധനക്ക് ആരാ എതിര് നിൽക്കുന്നത്? മുസ്ലിം ലീഗ് എതിര് നിൽക്കുന്നുണ്ടോ? ആ പരിശോധന നടത്തി അവിടെ എന്താണ് തെറ്റെങ്കിൽ ആ തെറ്റ് പരിഹരിക്കാൻ ആവശ്യമായ നിയമാനുസൃത നടപടി സ്വീകരിക്കേണ്ടത് പ്രതിപക്ഷമല്ല, ഭരണപക്ഷമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ തന്നെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം CPIM സഹകരണ മേഖല അടച്ചു വാഴുമ്പോഴാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യം ഇയാൾ പറഞ്ഞതുകൊണ്ട് പറയാം. CPIMൻ്റെ നടപടി വിഭാഗീയത വന്ന് നടപടിക്ക് പ്രധാനപ്പെട്ട ഒരു നേതാവിന് നടപടിക്ക് വിധേയമായതിന് ശേഷമല്ലേ CPMൻ്റെ ബാക്കിയുള്ള ആളുകൾ ഈ സഹകരണ സംഘങ്ങളുടെയൊക്കെ കുറ്റം പറച്ചിൽ നടത്തിയത്? അതിൻ്റെ മുമ്പ് ഇത്തരം മാടമ്പികളുടെ മുമ്പിൽ കണ്ടാൽ മൂത്രമൊഴിക്കുന്ന നേതാക്കന്മാരാണ് പിന്നെ സ്റ്റാറായി വന്നത്. അപ്പോൾ അതൊക്കെ CPIMന് അതിൽ നിന്നും എന്തെല്ലാം ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ അടച്ചു ഭരിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും CPM ആണ്. PK ശശി നടപടി നേരിട്ടതിനു ശേഷമാണ് CPM ഇതൊക്കെ പറയാൻ തുടങ്ങിയതെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. PK ശശിയുടെ നല്ല കാലത്ത് മണ്ണാർക്കാട്ടെ ലീഗ് അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടില്ല. മണ്ണാർക്കാട്ടെ ലീഗിന് പ്രവർത്തിക്കാൻ ആരുടെയും പിന്തുണ വേണ്ടെന്നും റഷീദ് ആലായൻ കൂട്ടിച്ചേർത്തു. ഈ പറയപ്പെട്ട നേതാവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാട് ലീഗിനുണ്ട്.
ഇപ്പം നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതവും ഗൂഢാലോചനയും അതുകൂടി ചേർത്ത് അന്വേഷിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PK ശശി പവർഫുള്ളായ സമയത്ത് അയാളോടുമായി അമിതമായൊരു കോംപ്രമൈസും ഇല്ല. രാഷ്ട്രീയ രംഗത്ത് കൃത്യമായ അഭിപ്രായം CPIM-നോട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അങ്ങനെ CPM-ന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു സപ്പോർട്ട് മുസ്ലിം ലീഗിന് ആവശ്യമല്ല. കരിവള്ളൂർ ബാങ്ക് പൊളിഞ്ഞിട്ട് അത് പരിഹരിച്ച CPM-ന്റെ എന്താണ് AKG സെന്റർ വിറ്റിട്ട അതിന് പരിഹരിക്കാനാണ് ഗവൺമെന്റ്. അതുകൊണ്ട് അന്വേഷണം നടത്തിയിട്ട് അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഏതൊക്കെ ഭാഗത്താണോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത് പിടിക്കപ്പെടും. എന്തിനാണ് CPM ഭയപ്പെടുന്നത്? എന്തിനാണ് മടിക്കണത്? അഴിമതി നടന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ. ഏത് അന്വേഷണ ഏജൻസി റിപ്പോർട്ട് വന്നു? അല്ലെങ്കിൽ എവിടെ പോലീസിന്റെ ഒരു നടപടി ഉണ്ടായി? നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി നടത്തിയിട്ട് ഇന്ന ആൾ അഴിമതി നടത്തി എന്ന് പറഞ്ഞ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് പറയണ്ടേ? അതെ, അത് നിങ്ങൾ അവരോട് ചോദിക്കും. എന്താണ് അരൂർ ബാങ്കിനെതിരെ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് സഹകരണ ഡിപ്പാർട്ട്മെന്റും സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റും എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഈ തെറ്റുകൾക്ക് ഇതെല്ലാം നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കേണ്ട നിങ്ങൾ അവരോടാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു വിഷയം കിട്ടണമെന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങളുടെ വർക്കുമായിട്ട് പോകും. കൃത്യമായി മണ്ണാർക്കാട് മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പത്രക്കാരാണ്, നിങ്ങൾക്കും ബോധ്യമുള്ളതാണ്. ഇല്ലല്ല, അതിനൊന്നുമില്ല മുതലിതിമ. അതിനൊന്നുമില്ല മുതലിതിമല്ല. ഏരിയ സെക്രട്ടറി അല്ല, അതിനൊന്നുമില്ല മുതലിതിമല്ല. വെറുതെ എന്തിനാ? അല്ല, പരാതി പരിശോധിക്കും സംസ്ഥാന. അതില് സംസ്ഥാന ലീഗ് നേതൃത്വത്തിന്റെ മുമ്പിൽ ആ പരാതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് പരിശോധന ഉണ്ടാവും. അതെ, ഏരിയ സെക്രട്ടറി നിരപരാധി ആണെങ്കിൽ ആരോപണ വിധേയൻ. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. അങ്ങാടിപ്പുറത്ത് കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി ഒരാളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. കോട്ടക്കൽ പറമ്പിലങ്ങാടി സ്വദേശി മേമ്പടിക്കൽ റാഷിദാണ് പോലീസിന്റെ പിടിയിലായത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS-ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത്, CI സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ SI ഷിജോ C. തങ്കച്ചനും ഡാൻസ് ഓഫ് സ്ക്വാഡും ടൗണിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി അങ്ങാടിപ്പുറത്ത് വെച്ച് അതിവേഗതയിൽ വന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചതിലാണ് കാറിനുള്ളിൽ രഹസ്യമായി പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് പാക്കറ്റുകളും ഹാഷിഷ് ഓയിലും കണ്ടെത്തിയത്. 5 കിലോ 800 ഗ്രാം കഞ്ചാവും 103 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടിച്ചെടുത്തത്. അതിർത്തികളിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് ലഹരിക്കടത്ത് സംഘം ചെറിയ വാഹനത്തിനുള്ളിൽ പല ഭാഗങ്ങളിലായി ചെറിയ പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച് കഞ്ചാവ് കടത്തുന്ന പുതിയ രീതി ലഹരിക്കടത്തിന് ഉപയോഗിച്ചത്. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താനാവാത്ത വിധം ഒളിപ്പിച്ചാണ് ഇത്തരം സംഘങ്ങൾ ലഹരിക്കടത്ത് ശക്തമാക്കുന്നതെന്നും പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത്, CI സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു. പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ സനൽ, അമീർ സുഹൈൽ, അലിയാർ എന്നിവരും മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ ആദിവാസി യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം തടവിനും 25,000 രൂപ പിഴയും വിധിച്ച് മണ്ണാർക്കാട് SC/ST കോടതി. അട്ടപ്പാടി പാടവയൽ വില്ലേജിൽ പാലൂർ കുളപ്പടിയൂർ ഈശ്വരൻ എന്ന ഒടിയനെയാണ് വിവിധ വകുപ്പുകൾ ചേർത്ത് ജീവപര്യന്തം തടവിനും 25,000 രൂപ പിഴയും ചുമത്തി ശിക്ഷ വിധിച്ചത്. 2024 ജൂൺ 16 അഗളി പഞ്ചായത്തിലെ കുളപ്പടിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ വീടിന്റെ പുറത്ത് തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന പൂതൂർ പാലൂർ പഴയൂർ ഊര് സ്വദേശി 34-കാരൻ പാണലിയെ വടികൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലാണ് മണ്ണാർക്കാട് SC/ST കോടതി വിധി പറഞ്ഞത്. അട്ടപ്പാടി DYSP ആയിരുന്ന ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തിയത്. 54 ദിവസം കൊണ്ട് ചാർജ് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല കസ്റ്റഡി ട്രയലായിരുന്നു. പ്രതിക്ക് ജാമ്യം എടുക്കാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. ഡോക്യുമെന്റും അതുപോലെ തന്നെ എവിഡൻസും എല്ലാം കൃത്യമായിട്ട് കളിച്ചത്. അതിൻ്റെ DPCയുടെ മോണിറ്ററിംഗ് പ്രത്യേകം ഉണ്ടായിരുന്നു. ഓരോ കേസിനും മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ സാർ മീറ്റിംഗിന് വരുമ്പോൾ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യാറുണ്ട് ഓരോ കേസിനെ കുറിച്ച്, ജഡ്ജ്മെന്റ് ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ ഞങ്ങൾക്ക് ഈ കേസ് വളരെ ഉപകാരപ്രദമായി. വളരെ പെട്ടെന്ന് തന്നെ പ്രതിക്ക് ജാമ്യം കിട്ടാത്ത രീതിയിൽ തന്നെ കസ്റ്റഡി ട്രയൽ നടത്തി ആ കേസ് BNSS പ്രകാരമുള്ള വിധി ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് അഭിമാനിക്കാൻ പറ്റുന്ന പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഒരു വിജയം തന്നെയാണ്.
നിലവിലെ ഡിവൈഎസ്പി അശോകൻ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ കേസിന് ഹാജരായി. പോലും ആ പേര് 2-3 പ്രാവശ്യം മനസ്സിൽ പറയാറുണ്ട്. കാരണം കോടതിയിൽ കൃത്യമായിട്ട് പറയണം, പണലി എന്നാണ്, ഒരു തെറ്റുപറ്റാത്ത തരത്തിൽ പറയണമെന്നുള്ള ഉദ്ദേശത്തോട് ഞങ്ങൾ വളരെ ഡിസ്കഷനൊക്കെ, പണലി എന്ന ആളാണ് പരിക്ക് പറ്റിയത്. പിന്നെ ഈ നേരത്തെ കുറ്റപത്രത്തെ പറ്റി സൂചിപ്പിച്ചതും അത് വളരെ സ്പീഡായാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. 56 days 56 ദിവസം കൊണ്ട് ഒരു 307 കേസ് ചാർജ് കൊടുക്കുക എന്ന് പറഞ്ഞ റിസ്കി ഫാക്ടറാണ് എവിഡൻസ് ഉദ്ദേശിക്കാതെ. എനിക്ക് തോന്നുന്നു ഈ DCRB അന്വേഷിച്ചപ്പോഴൊക്കെ മറ്റു സ്ഥലത്തൊന്നും ഇങ്ങനെ ഇല്ല മറ്റു സ്ഥലത്തൊന്നും BNSSന്റെ ഓർഡർ വന്നിട്ടില്ല. ഇതൊരു ഫാസ്റ്റ് ആയിട്ട് കോടതി വളരെ ഫാസ്റ്റ്, നല്ല കണ്ടസ്റ്റിംഗ് ആയിരുന്നു. എവിഡൻസ് എല്ലാം സ്ട്രോങ് ആയതുകൊണ്ട് സാറാണ് അതിന്റെ ശരിക്ക് ടേക്കപ്പ് ചെയ്ത് ഓരോ വഴി പറയുമ്പോഴും എന്നെ വിളിക്ക് സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ വഴി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് എവിഡൻസ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അതതിന്റെ വിജയം തന്നെയാണ്. CCN മണ്ണാർക്കാട്. കഥകളി അരങ്ങിന് പേരുകേട്ട ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായിൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. ഇത്തവണ 2 ദിവസം കഥകളിയുണ്ട്. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് പ്രസാദൂട്ട് എന്നിവയുമുണ്ടാകും. രാത്രി 8-ന് തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം. 25-ന് രാവിലെ 10:30-ന് സംഗീതാരാധന, വൈകിട്ട് 6:30-ന് നീന വാര്യരുടെ സോപാന സംഗീതം, 7-ന് കൈക്കൊട്ടിക്കളി, 7:30-ന് സംഗീതാർച്ചന, 8:30-ന് കലാമണ്ഡലം കൃഷ്ണദാസ്, തിരുവല്ലോമല ശ്രീറാം, തിരുവല്ലോമല വൈശാഖ് എന്നിവരുടെ തിമില, തായമ്പകത്രയം എന്നിവയും നടക്കും. 26-ന് രാവിലെ 10:30-ന് കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണിയുടെ ചാക്യാർകൂത്ത്, വൈകിട്ട് 6-ന് പ്രിയേഷ് മണ്ണമ്പറ്റയുടെ സോപാന സംഗീതം, 7-ന് കലാപരിപാടികൾ എന്നിവയുണ്ടാകും. 27-ന് വൈകിട്ട് 7-ന് തിരുവാതിരക്കളി, 7:30-ന് ധാരികവധം കഥകളി എന്നിവ നടക്കും. 28-ന് വൈകിട്ട് 7-ന് നൃത്തം, 8-ന് കഥകളി എന്നിവയുണ്ടാകും. സന്താനഗോപാലം, കിരാതം എന്നിവയാണ് കഥകൾ. 29-ന് വൈകിട്ട് 7-ന് PV ശങ്കരനാരായണന്റെ പാടകം, 8-ന് തൃക്കൂർ അശോക് ജി മാരാർ, ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവരുടെ ഇരട്ട തായമ്പക എന്നിവയുമുണ്ടാകും. 30-ന് പള്ളിവേട്ട ദിനത്തിൽ രാവിലെ 10-ന് കലാമണ്ഡലം വിഷ്ണുവും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, 12-ന് പ്രസാദൂട്ട്, വൈകിട്ട് 7-ന് കൈക്കൊട്ടിക്കളി, 7:30-ന് നാദതരംഗം എന്നിവ നടക്കും. മെയ് 1-നാണ് ആറാട്ട്. വൈകിട്ട് 6:30-ന് കരിമ്പുഴ പാറക്കടവിലാണ് ആറാട്ട്. പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. പുലാപ്പറ്റ രമേശനും സംഘവും പഞ്ചവാദ്യമൊരുക്കും. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും നഗരസഭാ വാർഡ് സമിതികളുടെയും കൂട്ടായ്മ ചെർപ്പുളശ്ശേരിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലി സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 4-നാണ് റാലി. ഈ അവസരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലക്ക് അത് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആർദ്രം ഈ 26-ാം തീയതി ശനിയാഴ്ച ചെർപ്പുളശ്ശേരിയിൽ വെച്ചിട്ട് ഒരു ബോധവൽക്കരണ റാലിയും അതിനോടനുബന്ധിച്ച് ഒരു സമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആർദ്രം ചെർപ്പുളശ്ശേരി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ആർദ്രത്തിൻ്റെ സഹോദര സംഘടനകളായ സ്നേഹാർദ്രം, ആർദ്രതീരം എന്നീ സംഘടനകളെ പിന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു മഹാറാലി തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് ചെർപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 4:30-ന് പാലക്കാട് റോഡിലെ പഴയ പെട്രോൾ പമ്പ് പരിസരത്ത് സമാപിക്കും. പൊതുസമ്മേളനം നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയതിനു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. തീർച്ചയായും ഒരു ആർദ്രത്തിൻ്റെ ഒരു പാലിയേറ്റീവ് സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ആർദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിക്കൊണ്ട് സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കിടക്കപ്പായ കരികിലേക്ക് എത്തിക്കൊണ്ട് സമൂഹ മനസാക്ഷിയെ സഹായിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിന് ആഴ്ചയിൽ 7 ദിവസവും ഹോം കെയർ സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർദ്രം 24 മണിക്കൂറും ഹോം കെയർ സംവിധാനത്തിലേക്ക്
പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ആർദ്രത്തിൻ്റെ സന്ദേശം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം തിന്മകൾക്കെതിരെ ആർദ്രത്തിൻ്റെ പ്രവർത്തകർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നത്. ആർദ്രം പാലിയേറ്റീവ് ചീഫ് മെഡിക്കൽ ഓഫീസർ പി ടി ഹമീദ്, പ്രസിഡന്റ് വി പി ഹുസൈൻ, സെക്രട്ടറി എ രാമകൃഷ്ണൻ, കോർഡിനേറ്റർ പി ടി ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷനും കറ്റാലിയ ഫുട്ബോൾ ക്ലബ്ബും സംയുക്തമായി കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളിൽ 5 വയസ്സ് മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കളിക്കാർക്ക് സ്ഥിരം കോച്ചിംഗ് നൽകുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. നിലവിൽ 145 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 4-ാം തീയതി നടക്കുന്ന ക്യാമ്പിന്റെ സമാപന ഉദ്ഘാടനം ഒറ്റപ്പാലം MLA K പ്രേംകുമാർ നിർവഹിക്കും. തുടർന്ന് കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും നടത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വേനലവധി ഫുട്ബോൾ ക്യാമ്പ് വളരെ വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150ഓളം വരുന്ന കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കറ്റാലിയ ഫുട്ബോൾ അസോസിയേഷനാണ് കടമ്പഴിപ്പുറത്തിന് വേണ്ടി ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. കറ്റാലിയ ക്ലബ്ബുമായി സഹകരിച്ച് KSA സംഘടിപ്പിച്ച ഈ കോച്ചിംഗ് ക്യാമ്പ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. 145ഓളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് കറ്റാലിയ ക്ലബ്ബിൽ തുടർന്നും പരിശീലനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഉയർന്ന ക്ലബ്ബുകളിലേക്കുള്ള അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. ഇനി 6-ാം തീയതി മെയ് 6-ന് നീന്തൽ പരിശീലനം എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് 6-ാം തീയതി മെയ് 6-ന് വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്നതാണ്. അതിലേക്കുള്ള അഡ്മിഷൻ 1-ാം തീയതി എടുക്കുന്നുള്ളൂ. ഭാരവാഹികൾ അറിയിക്കുന്നതാണ്. CCN കടമ്പഴിപ്പുറം. അടയ്ക്കാപുത്തൂർ AUP സ്കൂളിൽ 150-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച 10-ന് ഗുരുപ്രണാമം സംഘടിപ്പിക്കും. മെയ് 18-ന് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മൺമറഞ്ഞുപോയ 14 അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും വിരമിച്ച 21 അധ്യാപകരെ ആദരിക്കുകയും ചെയ്യുന്ന ഗുരുപ്രണാമം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. 11:30 മുതൽ പ്രണവം ശശിയും സംഘവും നാടൻ പാട്ടുകൾ അവതരിപ്പിക്കും. ഒരു 1960-ന് ശേഷമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ തോതിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഇതിന്റെ ഭാഗമായി ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ആഘോഷം തന്നെ നടത്താനാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. അടയ്ക്കാപുത്തൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച ഈ സ്കൂളിൻ്റെ ഈ 150-ാം വാർഷികം ഒരു മഹത്തരവും ഏറ്റവും മഹനീയവും സുന്ദരവുമാക്കുന്നതിനുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാന അധ്യാപകൻ ജനാർദ്ദനൻ, PTA പ്രസിഡന്റ് TP രാംകുമാർ, വൈസ് പ്രസിഡന്റ് AT ഷെരീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. ബാലസംഘം ശ്രീകൃഷ്ണപുരം ഏരിയ വേനൽ തുമ്പി കലാജാഥയ്ക്ക് കടമ്പഴിപ്പുറത്ത് സ്വീകരണം നൽകി. GPSൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്തു. അത് ആധുനിക യുഗത്തിന്റെ നേട്ടമായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ ആധുനിക യുഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കാലം വളർന്നതിനെ കുറിച്ച് ചിന്തിക്കും. ശാസ്ത്രചിന്തയൊക്കെ വളർന്നിട്ടുണ്ട്. മനുഷ്യർ ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉപകരണമാണ് ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ. ആ വളർച്ചയുടെ ഒരു പ്രതീകമാണ്. അത് എന്തിനു വേണ്ടി നാം ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെ അടക്കം
ഒരു കാലഘട്ടത്തിൽ നമുക്കത് ആവശ്യമായി വന്നിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ ബാധിച്ചപ്പോൾ കുട്ടികൾക്കുൾപ്പെടെ ഫോണില്ലാത്തവർക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഏരിയ കൺവീനർ AC രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CP സുധാകരൻ, ഏരിയ സെക്രട്ടറി R സൂരജ്, K രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ, C കൃഷ്ണൻകുട്ടി, MC വാസുദേവൻ, T രാമകൃഷ്ണൻ, AR സാരംഗ്, P രാകേഷ് എന്നിവർ സംസാരിച്ചു. കലാജാഥ പര്യടനം ശനിയാഴ്ച രാവിലെ 10-ന് ആലങ്ങാട് നിന്നും തുടങ്ങി ബുധനാഴ്ച വൈകിട്ട് 5-ന് കുറ്റാനശ്ശേരിയിൽ സമാപിക്കും. R സൂരജ് ജാഥ ക്യാപ്റ്റനും PS അഞ്ജിത വൈസ് ക്യാപ്റ്റനും AC രാമകൃഷ്ണൻ മാനേജറുമായ കലാജാഥയിലെ 18 പേർ ഏരിയയിലെ 17 കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. CCN കടമ്പഴിപ്പുറം. കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം 27-28 തീയതികളിലായി മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ എന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടന എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സമ്മേളനത്തിൽ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാറ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥല MLA, മറ്റു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്ന മഹത്തായ ചടങ്ങുകൾ. അതുപോലെ നമ്മൾ ചാരിറ്റിപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തൊഴിലാളികളെ ഒന്നിച്ച് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരെ സഹായിക്കുക, അതുപോലെ തന്നെ മരണമടയുന്ന തൊഴിലാളികൾക്ക് നമ്മൾ സഹായം എത്തിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സംഘടനയോട് ഉദ്ദേശിക്കുന്നത്. മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽസ് തൊഴിലാളികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനാണ് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ. ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന സമ്മേളനം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. P ഉബൈദുള്ള MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി, ലേബർ ഓഫീസർ ഫൈസൽ മാസ്റ്റർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫ്ലവേഴ്സ് കോമഡി താരം പ്രജീഷ് നയിക്കുന്ന കലാവിരുന്നും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ കാണാനും പരിചയപ്പെടാനുമുള്ള സൗകര്യവും സമ്മേളന നഗരിയിൽ ഒരുക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി ചെമ്മാട്, സംസ്ഥാന പ്രസിഡന്റ് ഹംസ ചങ്ങരംകുളം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെയ്തൽവി കടകശ്ശേരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുജീബ് പടിക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി മൂപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്മീഷൻ വിവാദത്തിൽ മണ്ണാർക്കാട്ടെ CPM പ്രതികരിക്കണമെന്നും ആരോപണം തെറ്റാണെങ്കിൽ ഏരിയ സെക്രട്ടറി സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി. അരിയൂർ ബാങ്കിൽ ക്രമക്കേടുണ്ടെങ്കിൽ സർക്കാരിനോട് നടപടി സ്വീകരിക്കാൻ പറയാനും മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ ആദിവാസി യുവാവിനെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം തടവിനും 25,000 രൂപ പിഴയും വിധിച്ച് മണ്ണാർക്കാട് SC/ST കോടതി. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. അങ്ങാടിപ്പുറത്ത് കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി ഒരാളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. കഥകളി അരങ്ങിന് പേരുകേട്ട ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.